അയോധ്യയിൽ പുതിയ കാലത്തിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗം പൂർത്തിയാക്കി മടങ്ങുകയാണ്. അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹം മിഴിതുറന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി ഈ ചടങ്ങിന് എത്തിയ പ്രമുഖരെയെല്ലാം അഭിവാദ്യം ചെയ്ത് മടങ്ങുന്നു. വിമർശിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കോടതിയോട് ഉൾപ്പെടെ കടപ്പെട്ടിരിക്കുന്നു. കർഷകരെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് അവർക്കുൾപ്പെടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അനൂപ് ദാസാണ് വേദിക്ക് സമീപത്ത് നിന്നുള്ളത്. അനൂപ്, ക്ഷണിക്കപ്പെട്ട സദസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മടങ്ങുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം, അതിലെ രാഷ്ട്രീയം. समूची भारत की सारी परंपरा, सभी धर्म संप्रदाय പ്രധാനപ്പെട്ട പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും നടത്തിയത്. പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന് തൊട്ടു മുൻപ് സംസാരിച്ച യോഗി ആദിത്യനാഥ് ഈ പ്രാണപ്രതിഷ്ഠ, രാമന്റെ പ്രാണപ്രതിഷ്ഠ രാമരാജ്യത്തിന്റെ പ്രഖ്യാപനമാണ് എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമനോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ക്ഷേത്രം തുറന്നു നൽകാൻ വൈകിയതിലാണ് ക്ഷമ. രാമൻ ഞങ്ങളോട് ഈ ദിനത്തിൽ ക്ഷമിക്കുമെന്ന് ഉറപ്പുമാണ് എന്ന് പറഞ്ഞു. നൂറ്റാണ്ടുകൾ കാത്തുനിന്നു അയോധ്യ രാമന്റെ തിരിച്ചുവരവിനായി. അതിന്ന് സാധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. നിയമപരമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതായത് ഞങ്ങൾ ആരെയും കുഴപ്പത്തിലാക്കിയിട്ടില്ല. ഞങ്ങൾ വളരെ നിയമത്തിന്റെ വഴിയിൽ തന്നെ പോയിട്ടാണ് നൂറ്റാണ്ടുകൾ എടുത്ത് രാമനെ തിരിച്ച് അയോധ്യയിൽ എത്തിച്ചത് എന്ന ഒരു ധ്വനിയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രാഷ്ട്രീയമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുണ്ട്. അതിൽ യോഗി പറഞ്ഞ ഒരു കാര്യം, എവിടെയാണോ ക്ഷേത്രം പണിയാൻ ഞങ്ങൾ നിശ്ചയിച്ചത് അവിടെ തന്നെ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, കർഷകരെ ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർത്തിട്ടുണ്ട്. ഈ ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം നൽകിയത് കർഷകരാണ്. അതിന് എല്ലാ പ്രവർത്തനവും നടത്തിയത് കർഷകരാണ്. ആ കർഷകരെ ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർത്തിട്ടുണ്ട്. രാമൻ നമ്മോട് ഇന്ന് ക്ഷമിച്ചു. ക്ഷേത്രം തുറക്കാൻ വൈകിയതിൽ രാമനോട് ക്ഷമ ചോദിക്കുന്നു. രാജ്യമാകെ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര സന്ദർശനം എടുത്തു പറഞ്ഞിട്ടുണ്ട് മോദി. കേരളത്തിൽ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എല്ലാം അദ്ദേഹം സന്ദർശിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രം പണിതത് എന്ന പറഞ്ഞ മോദി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അന്ന് 5 അംഗ ബെഞ്ചാണ് ഈ രാമക്ഷേത്രം ഈ അയോധ്യയിൽ പണിയാമെന്നത് സംബന്ധിച്ച ഒരു വിധി പ്രസ്താവിച്ചത്. ആ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ 5-ൽ 2 പേർ ഇവിടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാമന്റെ മൂല്യം രാജ്യത്ത് എല്ലായിടത്തും എത്തി. രാമന് വേണ്ടി അയോധ്യ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുകയായിരുന്നു. കർഷകരോടും രാമഭക്തരോടും കടപ്പെട്ടിരിക്കുന്നു. രാമപൂജ വികസിത ഭാരതത്തിലേക്ക് നയിക്കും. നമ്മൾ തടയാൻ കഴിയാത്തവരായി മാറി എന്നും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. എന്തായാലും ഇത് പ്രാണപ്രതിഷ്ഠ എന്നതിനൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ട് വരണമെന്ന് കഴിഞ്ഞ മാസം ഡൽഹിയിൽ ചേർന്ന BJP യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അയോധ്യയിൽ നിന്ന് അനൂപ് ദാസാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ചരിത്ര ദിവസമാണ്, ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ്. 1000 വർഷം കഴിഞ്ഞാലും ഈ ദിവസം ചരിത്രത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്.